ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സമയം 9:15 കഴിഞ്ഞു. ഇന്നത്തെ ലെവൽസൊക്കെ നോക്കുക. ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് അടുത്ത ഏരിയാസിലൊന്നും ലെവൽസൊന്നും പ്രോപ്പർ ഐഡിയക്സും ലിക്വിഡിറ്റി ഒന്നും ഇല്ല. അപ്സൈഡ് ലിക്വിഡിറ്റി കുറച്ച് മേലേക്കാണുള്ളത്, ഏകദേശം ഈ ഒരു റേഞ്ചിലാണുള്ളത്. നെക്സ്റ്റ് ഏറ്റവും അടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ. സോ അവിടെ ഒരു ലൈന് മാർക്ക് ചെയ്യാം. അപ്പ് സൈഡുള്ളത് അത്യാവശ്യം നല്ല ഒരുപാട് മേലേക്കാണ്. ഇനി ഡൗൺ സൈഡിലുള്ള നോക്കി നോക്കാം നമുക്ക്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയും അത്യാവശ്യം താഴെ തന്നെയാണ്. ഇവിടെയാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉള്ളത്. സോ രണ്ട് ലിക്വിഡിറ്റി അത്യാവശ്യം നല്ല വിട്ടിട്ടാണ്. ഇന്നലെ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയില്ല. ഇന്നലെ താഴെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്കുള്ള പക്ഷെ അതിനൊന്നും പ്രോപ്പറായിട്ടുള്ള എൻട്രി മേലേക്ക് കിട്ടാത്തതുകൊണ്ട് ഇന്നലെ ഒറ്റ ട്രേഡും ഇല്ലേ, ഫുള്ള് നോക്കിയിരിക്കുകയാണ് മാർക്കറ്റ്. രാവിലെ ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം കംപ്ലീറ്റ് ഫാൾ നോക്കിയിരിക്കുകയാണ്. ഒരു പോയിന്റ് പോലും ക്യാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ SL കൊടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ഫുൾ നോക്കിയിരിക്കുകയാണ് ഇനി. സോ അതിനുശേഷം നമ്മളെ വ്യൂ എന്ന് പറഞ്ഞാൽ മേലോട്ടേക്കായിരുന്നു. പക്ഷേ മേലോട്ടേക്കുള്ള പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടിയില്ല. കാരണം താഴെ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മേലോട്ടേക്കാണ് ഞാൻ നോക്കൽ. അപ്പോൾ താഴെ ഓരോ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മേലോട്ടേക്ക് എൻട്രി നോക്കി. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പറായിട്ട് ഒറ്റ എൻട്രി പോലും കിട്ടാത്തതുകൊണ്ട് ഇന്നലെ എടുത്തില്ല. ഇനി പിന്നെ ഇന്നിനി നോക്കി നോക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ഈ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യുക. 23,301.75 അല്ലെങ്കിൽ 22,909.25. ഇതിലേതെങ്കിലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി നോക്കാം. അതല്ലെങ്കിൽ 5 മിനിറ്റിലോ അല്ലെങ്കിൽ 50 മിനിറ്റിലോ ഇന്ന് ഒരു പുതിയ ലെവൽ ക്രിയേറ്റ് ആവട്ടെ. 5 മിനിറ്റിലൊന്നും ക്രിയേറ്റ് ആവാനായില്ല, ജസ്റ്റ് ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കിവിടെ ചാർട്ടൊക്കെ റെഡി ആക്കാം. അപ്പ് സ്റ്റോക്സിൽ നിഫ്റ്റീൻ്റെ ചാർട്ട്, ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഓക്കെ, ഇത് നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നിഫ്റ്റിയിൽ ഒരു എൻട്രി വരുന്നുണ്ട്. ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഈ ലിക്വിഡിറ്റി ഏരിയ അല്ല, ഇത് രാവിലെ ടാപ്പ് ചെയ്യുന്ന ശേഷം എൻട്രി ഒന്നും തന്നില്ല. നമ്മൾ രാവിലെ മാർക്ക് ചെയ്തത് അത് നമുക്ക് ഒഴിവാക്കാം, അത് ഡിലീറ്റ് ചെയ്യാം. അതല്ലാതെ വേറൊരു ലിക്വിഡിറ്റി ഏരിയ ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഒരു ഏരിയ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്. മാർക്ക് താഴേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ടേക്കാണ് ഒരു എൻട്രി നോക്കുന്നത്. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടുള്ളൂ, എൻട്രി കാര്യങ്ങളൊന്നും വന്നില്ല. വെയിറ്റിംഗ് ആണ്. നല്ലൊരു എൻട്രി വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൻ്റെ ചാർട്ട്, സ്പോട്ട് ചാർട്ടൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 22,900 പുട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് വെച്ചത്. ആ ഒരു സ്ട്രൈക്ക് ആയിരിക്കും എടുക്കാം. കുറച്ചുകൂടെ മേലേക്ക് വേണമെങ്കിൽ 22,950 എടുക്കണ്ടേ, ഏകദേശം ഇവിടെയൊക്കെ എത്തുകയാണെങ്കിൽ. എന്നാൽ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ 22,900 തന്നെ മതി. ഈ ഒരു സ്ട്രൈക്ക് മതി നമുക്ക് ട്രേഡ് എടുക്കാൻ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടെ നിന്ന് എൻട്രി കിട്ടുമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മേലെ പോയിട്ടാണോ കിട്ടുക, അതല്ല ഇനി കിട്ടൂല എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നിഫ്റ്റി സ്പോട്ടിൽ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് വന്നപ്പോൾ എടുത്തൊരു ട്രേഡാണ്. 22,950 പുട്ട് ഓപ്ഷൻ എടുത്തത് ഇവിടെ കാണാം. അതാ 22,950 പുട്ടാണ്. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എൻട്രി വന്നത് 100.92 ടാർഗറ്റ് വെച്ച് 200 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചത്. പക്ഷേ അതിൻ്റെ മുന്നേ ഒരു സ്വിംഗ് ലോ കട്ട് ചെയ്യുമ്പോൾ എക്സീഡ് അടിക്കാനുള്ള പ്ലാനാണ്. അതായത് 5 മിനിറ്റിൽ താഴെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുന്ന ഒരു സ്വിംഗ് ലോ ആണ്. ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സീഡ് അടിക്കാനുള്ള പ്ലാനിൽ എടുത്ത ട്രേഡാണ്. അതുകൊണ്ട് 100 പോയിന്റ് വെച്ചതേ ഉള്ളൂ. ഈ ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് 100ലും കുറവായിരിക്കും എന്തായാലും ഉണ്ടാവും. അപ്പോൾ എത്രയാണോ ഉണ്ടാവുക ആ റേഞ്ചിൽ ഞാൻ എക്സീഡ് അടിക്കും. അത് ആ ഒരു പ്ലാനിൽ എടുത്ത ട്രേഡാണ്. ഒന്നുകിൽ അവിടെ എത്തണം, അതല്ല ഉണ്ടെങ്കിൽ SL അടിക്കണം. മാർക്കറ്റ് മേലെ പ്രീമിയം അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. SL അടിച്ചിട്ടുണ്ട്. 100 പോയിൻറ്റും സ്വിംഗ് ലോയും ഒന്നുമില്ല. 918.75 18 രൂപ സ്ലിപ്പേജ് ആണ്. 900 രൂപ SLH ആണ്. 100ലാണ് നമ്മൾ എൻട്രി 100.92. SL അടിച്ചത് 94.7 6 പോയിന്റ് SL അടിച്ചു. 10.54 എടുത്ത് 10.56 എക്സിറ്റ്. വളരെ പെട്ടെന്നാണ്. ഇനി ആകെ ഒരു 2 മിനിറ്റ് തികച്ചിട്ടുണ്ടായില്ല ട്രേഡ്. സോ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് SL ആണ്. എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്താൽ ഫുള്ള് സെറ്റപ്പ് ആയിട്ട് വന്ന ഫുൾ നല്ല വൃത്തിക്കുന്ന ഒരു എൻട്രി ആണ്. ഇനി കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇന്നലെ ഒറ്റ ട്രേഡും കിട്ടിയില്ല. അതിനുശേഷം ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം കിട്ടിയൊരു പ്രോപ്പർ ട്രേഡാണ്. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റിൽ നോക്കിയിട്ട് എടുത്തൊരു ട്രേഡാണ്. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ട്രേഡും കൂടാണ്. ഇന്ന് അത്യാവശ്യം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. അപ്പോൾ ട്രെൻഡ് അനുസരിച്ചിട്ട് പ്രോപ്പർ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനു ശേഷം കിട്ടിയൊരു എൻട്രിയാണ്. എന്തായാലും കുഴപ്പമില്ല, ആ ട്രേഡ് പോയി. അത് എൻട്രി വന്നത് കുറച്ചൊന്ന് മേലെ പോയി. നമ്മൾ 100 എന്ന് പറയുമ്പോൾ CEO റേഞ്ചിൽ ആയിപ്പോയി. ഈ ടിപ്പിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ SL അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പ്രോപ്പർ ഒരു എൻട്രി വന്ന് അതെടുത്ത് അതിനുശേഷം താഴെ പോയി SL ടിപ്പിലടിച്ചിട്ട് മേലേക്ക് തന്നെ കയറി വരുന്നുണ്ട്. അതിനി എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, മേലോട്ട് താഴോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ. നമുക്കിനി ഒരു ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരണം.
ഇപ്പോൾ ടാപ്പ് ചെയ്ത 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ എന്നുള്ള ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഇനി പുതിയൊരു ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിലോ പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇനി പുതിയൊരു എൻട്രി നോക്കാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കൂടെ വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ എത്തുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്സൈഡിലേക്ക് ഒരു കോൾ ഓപ്ഷനിലാണ്. അതിൽ ടാർഗറ്റ് ഏരിയ ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഈ റേഞ്ചാണ്. അവിടെ ആ ഒരു ഏരിയൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് അവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ അത് ടാപ്പ് ചെയ്തില്ല. ടാപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇനി ആ ഒരു എൻട്രി കൺസിഡർ ചെയ്യില്ല. കാരണം മേലുള്ള ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ താഴേക്കാണ് നോക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടുള്ളൂ. ഇവിടെ അത് ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് മേലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ട്. അപ്പോൾ എൻട്രി എടുക്കാനുള്ള റീസൺ ഇവിടെ താഴെ ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മേലേക്ക് നോക്കുന്നത്. ഇനി മേലെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് മേലേക്ക് നോക്കൂലായിരുന്നു. ഓക്കെ, അപ്പോൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു കുറച്ച് കണ്ടിന്യൂസ് ക്യാൻഡിൽസ് അവിടെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ താഴേക്ക് വരുന്ന സമയത്തായിരിക്കും എൻട്രി എടുക്കുന്നത്. വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് അത്യാവശ്യം നല്ല വോളറ്റൈലാണ് അല്ല, അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. 30 പോയിൻറ്റ്സ് 50 പോയിൻറ്റ്സ് ഒക്കെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് പ്രീമിയത്തിലൊക്കെ. അതുകൊണ്ട് 30 പോയിൻറ്റ്സ് ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. മേലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മൂവ്മെൻറ്റ് കിട്ടിയാൽ തന്നെ 30 പോയിൻറ്റ്സ് ഒക്കെ സുഖമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആരും ലെവൽ ടാപ്പ് ചെയ്താൽ മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ ഒരു ട്രേഡ് എടുക്കും. വേറെ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അടിയിലുള്ള ഒരു ലിക്വിഡിറ്റി ആയിട്ട് പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഞാൻ എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 127.67 എൻട്രി വന്നത്. ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് അവിടെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും ടാപ്പ് ആയപ്പോൾ എടുത്തതാണ്. അതിൻ്റെ പൊസിഷൻ്റെ ടൂൾ നോക്കുകയാണെങ്കിൽ എൻട്രി വന്നത് 127.6 ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. 127.12 കുറച്ചുകൂടെ മേലെ 127.6. ഓക്കെ, ഒരു 6.7 ആ റേഞ്ചിൽ വെക്കുന്നത്. 127.65 നമ്മളെ എൻട്രി വന്നത്. അതിൽ 30 പോയിൻറ്റ്സാണ് ടാർഗറ്റ് വെച്ചത്. ടാർഗറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ടാർഗറ്റ് വരിക. ടാർഗറ്റ് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം 157.65 കറക്റ്റ് 30 പോയിൻറ്റിലാണ് വന്നത്. ഇപ്പോൾ 158 ഏകദേശം ആ റേഞ്ചിലാണ് ടാർഗറ്റ് ഉള്ളത്. SL 6 പോയിൻ്റാണ്. SLൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് തിരിഞ്ഞു പോകുന്നത്. ഏകദേശം അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് തിരിയുന്നത്. എന്തായാലും നോക്കി നോക്കാം. മേലേക്ക് പോകുകയാണെങ്കിൽ മേലേക്ക് പോകും. അതല്ല താഴേക്ക് വരുന്നതാണ് താഴേക്ക് വരും. കണ്ടിട്ട് നല്ലൊരു മൊമെൻ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മേലേക്ക് നല്ല രീതിയിൽ പോകും തോന്നുന്നുണ്ട്. കാരണം ഫ്യൂച്ചർ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. സ്പോട്ട് അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഫ്യൂച്ചറും അതേപോലെ നമ്മളെ പ്രീമിയം കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. പ്രീമിയം അത്യാവശ്യം മൂവ്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ലാസ്റ്റ് ഒരു ട്രേഡ് SL അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വരവ് കണ്ടിട്ട് സ്പീഡിൽ പോയി ടാർഗറ്റ് അടിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും സ്പീഡിലാണ് വരുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതേ സ്പീഡിൽ പോയി നമ്മൾ 29 പോയിൻ്റ് വരെ പോയി നമ്മൾ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് നിന്ന് തിരിഞ്ഞിട്ട് വന്ന് SL ഒക്കെ അടിക്കാം. അപ്പോൾ എന്ത് വേണേൽ സംഭവിക്കാം. ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ബുക്ക് ചെയ്യാത്തൊരു സാധനത്തിന് നമ്മൾ ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. മാർക്കറ്റാണ്, എന്ത് വേണേൽ സംഭവിക്കാം. എന്തായാലും ഞാൻ വീഡിയോയിൽ കയറും ഇവിടെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. എന്താവും നോക്കിയോ. ടാർഗറ്റ് SL എന്താണെന്ന് അടിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മളെ ആ ഒരു ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം. നമ്മളെ ഫ്ലാറ്റ് ട്രേഡിൽ ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് 2 SL കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന്. രണ്ടാമത്തെ ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഓർഡറൊക്കെ അവിടെ കാണാം. 1800 രൂപയാണ് ടോട്ടൽ ലോസ് വന്നത്. എൻട്രി എടുത്തു. അത്യാവശ്യം ഒന്ന് മേലേക്ക് പോയിട്ടാണ് താഴേക്ക് വന്നത്. നല്ലൊരു മൂവ്മെൻറ്റ് മേലേക്ക് വന്നു. ഈ പോക്ക് കണ്ടപ്പോൾ ഇപ്പോൾ പറന്ന് പോയി ടാർഗറ്റ് അടിക്കും, ഇനി താഴേക്ക് വരില്ല, ആ രീതിയിലൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിചാരണയിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വേണമെങ്കിൽ 29 പോയിൻ്റ് വരെ പോയിട്ടും തിരിച്ചു വരാം. സോ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇതൊക്കെ സർവ്വസാധാരണമായ വിഷയം. എന്തായാലും നമ്മൾ ട്രേഡ് എടുത്ത് അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ് മേലെ കിട്ടി. അതിനുശേഷം തിരിച്ച് വീണ്ടും വന്നിട്ട് ഞാൻ ട്രയൽ ചെയ്യാനൊന്നും നിന്നില്ല. ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റിനുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത ട്രേഡാണ്. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ 30 പോയിൻറ്റ്സ് അതല്ലാണ്ടെങ്കിൽ നിഫ്റ്റിയിലൊരു മേലൊരു സ്വിംഗ് ഹൈ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയ വരെ ഹോൾഡ് ചെയ്യാനുള്ള രീതിയിൽ. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. സാധനം നേരെ താഴേക്ക് വന്നിട്ട് നമ്മൾ SL അടിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ രണ്ടാമത്തെ ട്രേഡും SL ആണ്. ഇനി ഏതെങ്കിലും ഒരു പുതിയൊരു ഹയർ ടൈം ഫ്രെയിം IDX ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി ഉണ്ടാവുള്ളൂ. ഇന്ന് 2 എൻട്രി എടുത്ത്, ഒന്ന് പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അതും രണ്ടും എടുക്കുന്ന സെറ്റപ്പിൽ പ്രകാരമുള്ള അതേപോലെ തന്നെ എടുത്താണ്. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ലോ ടൈം ഫ്രെയിം നോക്കി എടുത്താണ്. ഇനിയിപ്പോൾ പുതിയൊരു എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ അടിയിലുള്ള ലിക്വിഡിറ്റി ഏരിയ
മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ എത്തേണ്ടി വരും. ഇവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി നോക്കാം. ഈ ഒരു ഏരിയയൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലേക്ക് ഒരു എൻട്രി 1 മിനിറ്റിൽ നോക്കി നോക്കാം. അല്ലെങ്കിൽ അപ്പ് സൈഡിൽ ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത ലെവൽ തന്നെയാണ് ഉള്ളത്, അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അതല്ലാത്ത പക്ഷം ഇന്ന് വേറെ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ കൂടെ ഉള്ളൂ. എൻട്രി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതിൽ വെയിറ്റ് ചെയ്യാം. കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് 2 ട്രേഡ് ഉണ്ടാവുള്ളൂ. അങ്ങനെ മാർക്കറ്റൊക്കെ ക്ലോസ് ആയി. ഇന്ന് വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രാവിലെ എടുത്ത 2 ട്രേഡ് തന്നെ ഉള്ളൂ. ഒന്ന് 930 ലോസ്, ഒന്ന് 918.75. 900 SL, 18.75 30 സ്ലിപ്പേജ് വരുന്നതാണ്. അപ്പോൾ ടോട്ടൽ 2 ട്രേഡ് എടുത്ത് ഇന്ന് 2 SL ആണ്. ഇനി കുഴപ്പമില്ല. ഫെബ്രുവരി എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണ് പോയിക്കൊണ്ട്. ഫെബ്രുവരിൻ്റെ P&L ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫെബ്രുവരി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ്. പിന്നെ ഇന്നലെ ട്രേഡൊന്നും എടുത്തില്ല, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലായത്. ഞാൻ രാവിലെ പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഫെബ്രുവരിത്തെ ഇതുവരെയുള്ള P&L നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 1 സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ് ടു 12 ഇന്നത്തെ ഡേറ്റ് ആണ് നോട്ടെ. ഓക്കെ, ഇപ്പോൾ ഫെബ്രുവരി ടോട്ടൽ ഈ 20,000 രൂപയോളം പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഈ ട്രേഡും കൂടെ നോക്കുന്ന സമയത്ത് 1,800-2,000 രൂപേൻ്റെ അടുത്ത് ലോസ് ഒന്നുണ്ട്. അപ്പോൾ 18,000 സംതിങ് ആയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണ്. 75,000 രൂപ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെ ഉണ്ട്. 7,500 ഒരു 20% കൂടുതലൊക്കെ പ്രോഫിറ്റ് ഉണ്ട്. ഇതിൽ ഇന്നലത്തെ ഡേറ്റ് പറഞ്ഞാൽ ഇന്നലെ 11-ാം തീയതിയാണ്. ഇന്നലെ ഈ ഡേറ്റാണ്. ഇന്നലെ ട്രേഡൊന്നും ഇല്ല ഇനി, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലായത്. പിന്നെ ഇന്നത്തെ ഡേറ്റ്, ഇന്ന് ഒരു ലോസാണ് വന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ ട്രേഡ് ഉണ്ടാവില്ല. ഈ ദിവസം ട്രേഡ് ഇല്ലാത്ത ദിവസമാണ്. ഇനി അന്ന് വീഡിയോ ചെയ്തതിന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചില ദിവസങ്ങൾ അങ്ങനെ ഇതുണ്ടാവില്ല, ട്രേഡ് ഉണ്ടാവില്ല. ചില ദിവസം പ്രോപ്പറായിട്ട് എൻട്രി വരാത്ത ദിവസങ്ങളിൽ ഒരാൾ ഇന്നലെയോ ഞാൻ എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായി. ഇന്നലെ തന്നെയാണ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഫാളിൽ ഇത്ര നല്ല ഫാള് വന്നിട്ട് എന്തുകൊണ്ടാണ് 10 പോയിൻ്റെങ്കിലും എടുക്കേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 12-ാം തീയതി ഇതാണ് ഇതുവരെ ഈ തൊട്ടിട്ട് 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്തപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും വലിയ ഫാൾ ഇന്നലെ വന്നിട്ടുണ്ട്. അല്ല, ഇത്ര വന്നില്ല ഇതുവരെ. ഇവിടുന്ന് ഇത്രയും വലിയ ഫാൾ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഫാൾ വന്നിട്ട് ഒരു ഓപ്ഷൻ ബയർ എന്നുള്ള രീതിയിൽ 10 പോയിൻ്റെങ്കിലും ക്യാച്ച് ചെയ്യില്ലാണ്ടെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. പക്ഷേ അതിലൊന്നും കാര്യം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമുള്ളൂ. അതല്ലാണ്ട് എൻ്റെ സെറ്റപ്പ് പ്രകാരം ഇന്നലെ ഫുള്ള് മേലേക്കുള്ള എൻട്രി ആയിരിക്കും വരികയാണെന്നുണ്ടെങ്കിൽ. കാരണം അടിയിലുള്ള ലിക്വിഡിറ്റിയാണ് എടുത്തത്. സോ മേലുള്ള ലിക്വിഡിറ്റി പ്രോപ്പറായിട്ട് ഒന്നും എടുത്തില്ല. അതുകൊണ്ട് മേലേക്കായിരിക്കും എൻട്രി വരും. മേലേക്ക് എവിടെ നിന്ന് എടുത്താലും SL ആയിരിക്കും ഇന്നലെ വരിക. ഇനി ഈ ടിപ്പ് എന്നൊക്കെ എടുത്താലേക്കുള്ള ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എൻട്രി കിട്ടാത്തതുകൊണ്ട് എടുത്തില്ല. അതുകൊണ്ട് SL ഒന്നും അടിക്കാണ്ട് ഇന്നലെ വെയിറ്റ് കാത്തിരിക്കാനും പറ്റി. അപ്പോൾ പ്രോഫിറ്റ് വരുന്ന ദിവസം കൊണ്ട് ഒരു നല്ല വൃത്തിക്കുള്ള ടാർഗറ്റ് അടിക്കുന്ന ദിവസങ്ങളിൽ നല്ല ഇതേപോലെ വലിയ പ്രോഫിറ്റ് എടുക്കാം. അതല്ലാത്ത പ്രോപ്പർ എൻട്രി വരാത്ത ദിവസം എൻട്രി എടുക്കാതിരിക്കുക. ഇനി പ്രോപ്പറായിട്ട് എൻട്രി വന്നിട്ട് ഇങ്ങനെ SL അടിക്കുന്ന ദിവസമാണെങ്കിൽ SL അടിച്ചോട്ടെ വിചാരിക്കാം. സോ അത്രയുള്ള ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിളാണ്. അങ്ങനെയൊക്കെ ചെയ്താലേ നടക്കുള്ളൂ. ഡെയിലി എൻട്രി എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ട്രേഡിങ്ങിൽ. നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി വരുന്ന സമയത്ത് മാത്രം നല്ല എൻട്രീസ് എടുക്കാം. ഓക്കെ, സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. 2 ട്രേഡാണ് ഇന്ന്, 2 SL ആണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.